ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. ഞാൻ അതൊരു ഷോർട്സാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് നാളൊന്നും ആയിട്ടില്ല, ഒരു 10 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പം ഈ വീഡിയോയിൽ എന്താ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണോ, അല്ലെങ്കിൽ നേഴ്സിംഗ് പഠിച്ച് കഴിഞ്ഞ് പുറത്തോട്ട് എവിടേക്കെങ്കിലും ജോബിന് ട്രൈ ചെയ്യുന്നവരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ പുറത്തോട്ട് പോകുമ്പം എന്തൊക്കെ കാര്യങ്ങൾ മുൻകൂട്ടി ചോദിച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണം, എന്തൊക്കെയാണ്. കാരണം പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാം, നമുക്കൊരു പ്ലാനിങ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും വിട്ടിട്ട് പോകും. അതുകൊണ്ടാണ് പറയുന്നത്, പല കാര്യങ്ങളും വിട്ടിട്ട്. ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു, പല കാര്യങ്ങളും വിട്ടിട്ടാണ് കാരണം വീട്ടിൽ വെച്ചു പിന്നെ പോകും, പിന്നെ നമുക്ക് പോയി എടുക്കാൻ പറ്റുന്ന ദൂരത്തല്ലല്ലോ നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാം പ്രീ പ്ലാൻഡ് ആയിരിക്കണം. ഫസ്റ്റത്തെ കാര്യമാണ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സകലമാന ഡോക്യുമെൻറ്റ്സും നമ്മളെ കയ്യിൽ വേണം. അതിൻ്റെ കൂടെ തന്നെ പാസ്പോർട്ട് സൈസ്. അത് ചിലപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ജോബ് ഓഫർ ലെറ്റർ വരുവാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ അവരോട് ചോദിച്ചിരിക്കണം, നേരത്തെ ചോദിച്ചിരിക്കണം. അതായത് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ അങ്ങോട്ട് ചോദിക്കാൻ പാടുണ്ടോ, അല്ലെങ്കിൽ ചോദിച്ചാൽ നമുക്ക് വല്ല ബുദ്ധിമുട്ടാവും, അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റുമോ, പക്ഷെ ചോദിക്കണം. കാരണം നമ്മൾ അല്ലെങ്കിൽ സാറോട് ചോദിക്കുക. ജസ്റ്റ് ഇങ്ങനെ HR ആയിട്ട് ഡയറക്റ്റ് ആയിട്ടാണ് ഇൻ്റർവ്യൂ എന്നുണ്ടെങ്കിലും നമ്മൾ ചോദിക്കുക, ഞാൻ എന്തൊക്കെ കൊണ്ടുവരണം ഇൻ്റർവ്യൂവിന് വരുമ്പോൾ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും കൊണ്ടുവരാം. അതിൻ്റെ കൂടെ തന്നെ കോപ്പി കൊണ്ടുവരാം. കാരണം പല ഹോസ്പിറ്റൽസും അതായത് ഒറിജിനൽ കോപ്പീസ് അല്ല അവരെടുക്കുന്നത്. അവരെല്ലാവരും ജെറോക്സ് വെച്ചിട്ടാണ് നമ്മുടെ വെരിഫിക്കേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാത്തിൻ്റെയും കോപ്പി കൊണ്ടുവരാം. അതുപോലെ തന്നെ CV ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ CV നമുക്ക് ഒരുപാട് അറിയാം എന്നുള്ള കാര്യങ്ങൾ കുത്തി നിറച്ച് വെക്കരുത്. അതായത് എക്യുപ്മെൻറ്റ്സ് നോണെന്ന് പറഞ്ഞ് നമുക്കറിയാത്ത കുറേ എക്യുപ്മെൻറ്റ്സ്, അതായത് CV നല്ല രസമായിട്ട് ഇരുന്നോട്ടെ, കാണുന്നവർക്ക് കുറച്ചൊരു ഇംപ്രഷൻ വേണം എന്നൊക്കെ വിചാരിച്ച് നമ്മളത് ചെയ്യരുത്. കാരണം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉള്ളോട്ടെ. ഞാൻ ഇതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് അതുപോലെ തന്നെയായിരുന്നു. ഞാൻ ഇതുപോലത്തെ അക്ഷയെ കൊടുത്തു, എനിക്ക് ഇട്ട് വന്നു. അപ്പോൾ ഞാനതും വെച്ച് അറ്റൻഡ് ചെയ്യാൻ നോക്കി. പക്ഷെ അവരെന്നോട് അതിലുള്ള എല്ലാം നിർത്തി പൊരിച്ച് ചോദിക്കുകയായിരുന്നു. അതുകൊണ്ട് പറയാണ്, ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ CV ഏറ്റവും ബേസിക് ആയിട്ട്, അതിൽ ഒരു കാര്യങ്ങളും വേണ്ട. നമുക്ക് എന്തൊക്കെ ലാംഗ്വേജ് അറിയാം, നമ്മുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, നമ്മുടെ പേര്, ഇമെയിൽ, നമ്പർ, അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്താൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്തിട്ട് CV ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ CV വേണം. അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതൊരു 4 or 5 എന്തായാലും ആവശ്യം വരും. അതുകൊണ്ട് പാസ്പോർട്ട് സൈസ് വേണം. അതാണ് ഡോക്യുമെൻറ്റ്സ്. എല്ലാം ഒരു ഫയലാക്കി വയ്ക്കുക. കാരണം നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പാക്ക് ചെയ്യുന്നവരുണ്ടാവും പല കൂട്ടത്തിൽ. ഞാനും ചില സമയത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പല ഡോക്യുമെൻറ്റ്സ് അവിടെ വിട്ടിട്ട് പോകും. രണ്ടാമത്തെ കാര്യമാണ് ഫോർമൽസ്. അതായത് നമുക്ക് എത്ര ഡ്രസ്സ് വേണമെന്നുള്ളത്. ചില സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് യൂണിഫോം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ആ യൂണിഫോം ഇട്ട് പോകാം. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ ഞാനിവിടെ വന്ന് എനിക്കിപ്പോൾ ഒരു മാസത്തോളം ഇൻഡക്ഷൻ ക്ലാസ്സാണ്. അതുപോലെ തന്നെ യൂണിഫോം അത് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. എനിക്ക് വൈറ്റ് ഏപ്രോണാണോ ഉള്ളത്, വൈറ്റ് കോട്ട്. അതുകൊണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ നമുക്ക് ചുരിദാർ. ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽസിൽ നമുക്ക് അധികം ജീൻസും ടോപ്പും ഒന്നും അലൗഡ് ആയിരിക്കും. ഒരുവിധം എല്ലാവർക്കും അറിയാം. നഴ്സിംഗ് കോളേജുകളോ ഹോസ്പിറ്റലുകളോ ഒക്കെ പൊതുവെ അങ്ങനെ തന്നെയാണല്ലോ. കോളേജുകളും അങ്ങനെ തന്നെയാണ്, പല കോളേജും. അപ്പം നമ്മൾ എന്തായാലും ചുരിദാർ വേണം. ഒരു 3-4 ചുരിദാർ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണം. അതുപോലെ തന്നെ നമുക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ ഇടുന്ന കാഷ്വൽ ഡ്രസ്സ് എന്താണോ അതെടുത്താൽ മതി. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ഹെയർ. അതായത് നമ്മുടെ ഹെയർ വല്ലാതെ പുറത്ത് പോകാൻ പാടില്ല. ചില ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യും, എന്തായാലും നമ്മൾ കുട്ടപ്പ് ചെയ്യുന്ന കൂടെ നെറ്റ് യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ മുടി അവിടെ പാറി പറഞ്ഞൊന്നിരിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഹെയർ ക്ലിപ്പും കൊണ്ടുവരാം. അതാണ് ഹെയർ ആക്സസറീസ് അല്ലെങ്കിൽ കാര്യങ്ങൾ. അതുപോലെ തന്നെ ചില ഹോസ്പിറ്റൽസ് യൂണിഫോമിൻ്റെ കൂടെ ബ്ലാക്ക് ഷൂസ്, അതുപോലെ തന്നെ ബ്ലാക്ക് സോക്സ് വേണം എന്നൊക്കെ അവർ മുൻകൂട്ടി പറയും. അങ്ങനെയാണെങ്കിൽ നമ്മളത് അവരോട് ചോദിക്കുക എന്താണ് അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത്. അതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ വിയറിൻ്റെ കാര്യങ്ങൾ. അത് കഴിഞ്ഞുള്ളതാണ് നമ്മുടെ ഹോസ്റ്റല്. അതായത് നമ്മളൊക്കെ എവിടെയാണ് അക്കോമഡേഷൻ എന്നുള്ള കറക്റ്റ് കാര്യങ്ങൾ ചോദിക്കുക. അക്കോമഡേഷൻ മാത്രമല്ല, ഫുഡും ചോദിക്കാം. കാരണം ഫുഡ് നമ്മൾ നേരത്തെ കുക്ക് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് കുക്കിംഗ് ആണ്, നിങ്ങൾക്ക് ഫുഡ് ഇവിടെ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പാത്രങ്ങൾ കൊണ്ടുവരിക. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് പാത്രം ഏത് മേടിക്കണം, അതുപോലെ തന്നെ ഇവിടെ കുക്ക് ചെയ്യണം എന്നൊക്കെ നമുക്ക് ശരിക്കും കൺഫ്യൂഷനാണ്. ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് ഞങ്ങൾ കുറച്ച് പാത്രം കൊണ്ടുവന്നത്. പക്ഷെ കുക്കർ കൊണ്ടുവന്നില്ല. കുക്കർ ഞങ്ങൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഇവിടുത്തെ പോലെ സെറ്റൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ മേടിച്ച് വന്ന സമയത്ത് ഞങ്ങളത് ചെക്ക് ചെയ്തില്ല. കാരണം ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. വന്ന സമയത്ത് ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കണമായിരുന്നു അതായത് മേടിക്കാൻ കൊണ്ടുവന്ന ആളുടെ കയ്യിൽ നിന്ന്. പക്ഷെ എന്ത് ചെയ്ത്, ഞങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചില്ല. കാരണം ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമായതുകൊണ്ട് അതവിടെ ഇട്ടിട്ട് ഞങ്ങൾ പോയി തിരിച്ചു വന്നപ്പം അതിൻ്റെ ഹാൻഡിലില്ല. അത് വലിയ കുക്കറിൽ കൊണ്ടൊരു കാര്യമില്ലല്ലോ. അങ്ങനെ തിരിച്ച് വിളിച്ച് ഇങ്ങനെ ഇല്ല, മിസ്സിങ് പ്രൊഡക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറയും അത് തിരിച്ചെടുക്കത്തില്ലെന്ന്.
അതുകൊണ്ട് പറയാണ്, നേരത്തെ ചോദിച്ച് മനസ്സിലാക്കുക. ഫുഡ് വെക്കാൻ സാധനങ്ങൾ വേണോ, അതുപോലെ തന്നെ പാന്, ഫ്രൈ പാന്, അങ്ങനത്തെ എല്ലാവരും. കുക്കറാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം. കാരണം ചോറ് വെക്കണമെന്നുണ്ടെങ്കിൽ 2 വിസിലേ ചെയ്യാം, ചോറ് വെക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ കുക്കിങ്ങിൻ്റെയും ഹോസ്റ്റലിൽ, അതുപോലെ തന്നെ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമുക്ക് അവർ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ ഞങ്ങൾക്ക് അക്കോമഡേഷൻ ഉണ്ട്, പക്ഷേ ഫുഡില്ല. ഫുഡ് സെൽഫ് കുക്കിംഗ് ആണ്, ഞങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കണം. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അക്കോമഡേഷൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്ഥലമാണ്. അപ്പം നിങ്ങൾക്ക് അക്കോമഡേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അടുത്തുള്ള PG അല്ലെങ്കിൽ അവിടെ ഏതൊക്കെ PG നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ എന്തായാലും കിട്ടും. അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് HR-നോടോ ഏജൻസി വഴിയാണെന്നുണ്ടെങ്കിൽ ഏജൻസിക്കാരോട് ചോദിക്കുക. ഏജൻസിക്കാരോട് ചോദിച്ച് കറക്റ്റായിട്ട് എന്താണ് അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അടുത്തതാണ് ഇലക്ട്രോണിക്സ്, അതായത് ചാർജർ, ഹെഡ്സെറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് പറയുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പം ഹെഡ്സെറ്റ്, ഫോണ്, ചാർജർ, പവർ ബാങ്ക് വരിക. ഇനിയിപ്പം ഇല്ല എന്നാണെങ്കിൽ മേടിക്കാം. അതുമല്ല, നമുക്ക് ഫസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എവിടേക്കാണ് സ്ഥലം, എവിടെയൊക്കെ നല്ല നല്ല സാധനങ്ങൾ കിട്ടുമെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരുവിധം എല്ലാ കാര്യങ്ങളും വീട്ടിൽ നിന്ന് കൊണ്ടുവരിക. അപ്പം ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടത്. അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളൊന്നും കെട്ടിച്ചു കൊണ്ടുവരണ്ട. കാരണം ഒരു മാസത്തേക്കുള്ള കറക്റ്റ് സാധനങ്ങൾ, ഇപ്പം അതിപ്പം ഷാമ്പു ആയാലും ബോഡി വാഷ് ആണെങ്കിലും അങ്ങനെ എന്താണെങ്കിലും ഒരു മാസത്തേക്കുള്ള. അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഇവിടെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. മീഷോ, ഫ്ലിപ്കാർട്ട്, സെപ്റ്റോ, ബ്ലിങ്കറ്റ്, അങ്ങനെ എല്ലാ സാധനങ്ങളും. ബ്ലിങ്കറ്റും സെപ്റ്റോം അത്യാവശ്യം നല്ലത്. കാരണം നമുക്ക് ഫുഡ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാധനം അതിനകത്ത് നിന്ന് കിട്ടും. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ അവരോട് ചോദിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഏജൻസി വഴിയാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണ് ഏജൻസി വഴി വരിക, അതുപോലെ തന്നെ ഞാൻ CV ഉണ്ടാക്കിയ കാര്യം പറഞ്ഞു. അപ്പം എൻ്റെ CV എൻ്റെ കയ്യിൽ ഇപ്പോൾ. അപ്പം ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കാരണം ഒരു CV എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമുക്ക് കറക്റ്റ് ധാരണ വേണം. അപ്പം ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സമയം ഉണ്ടല്ലോ, പക്ഷെ സമയം കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് നമ്മൾ പ്ലാൻഡ് ആയിരിക്കണം. അതായത് നെക്സ്റ്റ് എന്ത് ചെയ്യണം, അടുത്ത നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത് എന്നുള്ള കറക്റ്റ് ഒരു പ്ലാനിങ് നമുക്ക് വേണം. അപ്പം ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഏജൻസിനെ സമീപിക്കുക, അവർ നന്നായിരിക്കുമോ, നല്ല ഏജൻസി ആയിരിക്കുമോ, ഉള്ള എല്ലാ കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. എനിക്ക് അറിയാവുന്നത് പോലെ, അപ്പം ഞാനൊരു പ്രൊഫഷണലായിട്ടാണ്, അപ്പോൾ കയറിയിട്ട് ഇപ്പോൾ കുറേ ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയാവുന്ന പോലെ ഞാൻ എന്തായാലും അതിന് മറുപടി തരാം. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം എൻ്റെ അനുഭവങ്ങൾ എങ്ങനെയുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം, എല്ലാ കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോ പറയാം. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പം വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.